ഇന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന സെഷൻ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയേഴ്സ് തമ്മിൽ കൈകാര്യം ചെയ്യുന്ന ഭാഷ ആണ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ്. അങ്ങനെ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല, നമ്മൾ എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഒബ്ജക്ട്സ്, മെഷീൻസ്, ബിൽഡിങ്സ് എന്ത് തന്നെ ആയാലും അതിന്റെ ഡയമെൻഷൻസ്, അതിന്റെ ഷേപ്സ്, അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കൺവേ ചെയ്യണമെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള ഭാഷ ഉപയോഗിച്ച പരിമിതികളുണ്ട്. കാരണം ലോകത്തിന്റെ ഈ കോണിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഉപയോഗിക്കുന്ന മാതൃഭാഷയിൽ ഒരു മെഷീനോ എലമെന്റിനെയോ ബിൽഡിങ്ങിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്ന ഒരാൾക്ക് അത് മുഴുവനായി ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നമ്മൾ കൺവേ ചെയ്യുന്ന മെഷീൻ എലമെന്റിന്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ ഡയമെൻഷൻസ്, അതിന്റെ പ്രത്യേകതകൾ കൃത്യമായി കൺവേ ചെയ്തില്ലെങ്കിൽ ആ സ്ട്രക്ചർ ഫെയിൽ ആവുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ കൃത്യമായ ഡയമെൻഷൻസും ഡീറ്റെയിൽസും കൺവേ ചെയ്യുക എന്നത് പ്രധാനമാണ്. അത് കൺവേ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനെ വരച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതൊരു ഡ്രോയിങ്ങിനെയും പോലെ, ആർട്ടിസ്റ്റിക് ഡ്രോയിങ്ങിനെയും പോലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനും ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വരക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ അത് ലോകത്തിന്റെ മറ്റേതൊരു കോണിലേക്ക് കൺവേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ റൂൾസ് അനുസരിച്ചാണ് നിങ്ങൾ വരക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയി അതിന്റെ ഡീറ്റെയിൽസ് കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന് ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് പ്രൊജക്ഷൻ. അപ്പോൾ എന്തിനാണ് പ്രൊജക്ഷൻ എന്ന് മാത്രം പറയാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആയാലും അത് ആർട്ടിസ്റ്റിക് ഡ്രോയിങ് ആയാലും ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കുന്ന വസ്തുക്കൾ, ഇപ്പോൾ ഒരു മരമായാലും ഒരു വാഹനമായാലും ഒരു ബിൽഡിംഗ് ആയാലും ഒരു മെഷീൻ ആയാലും വരക്കുന്ന വസ്തു ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്. ത്രിമാന വസ്തുവാണ്. 3 അളവുകളുള്ള വസ്തുവാണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നീ 3 അളവുകളുള്ള വസ്തുവിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡ്രോയിങ് ഷീറ്റിലാണ്. 2 ഡയമെൻഷൻസ് മാത്രമുള്ള, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് മാത്രമുള്ള ഒരു പ്രതലത്തിലാണ് 3 ഡയമെൻഷൻ ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ 3 അളവുകളും ഒരേ സമയം നമുക്ക് ആ ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബുക്കിന് 3 ഡയമെൻഷൻസ് ഉണ്ട്. ഈ ബുക്കിന് ലെങ്ത് ഉണ്ട്, ബുക്കിന് അതുപോലെ തിക്നെസ് ഉണ്ട്, ബുക്കിന് അതുപോലെ അതിന്റെ ബ്രെഡ്ത്ത് ഉണ്ട്. ഈ ബുക്കിനെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഒരു ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് സൈഡിൽ നിന്ന് ഈ ബുക്കിനെ വ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരേ സമയം ഇതിന്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാം, ഇതിന്റെ തിക്നെസ്സും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഡയമെൻഷൻസ്, ലെങ്ത്തിനെയും തിക്നെസ്സിനെയും ഒരു റെക്ടാംഗിളായി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ ലെങ്ത്തും ഈ തിക്നെസ്സും ഒരു റെക്ടാംഗിളായി, ഈ ചെറിയ റെക്ടാംഗിളായി നിങ്ങൾക്ക് ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ബ്രെഡ്ത്ത് വിസിബിൾ അല്ല. ഈ ബ്രെഡ്ത്ത് കാണണമെങ്കിൽ നിങ്ങൾ ഇതിനെ ടോപ്പ് സൈഡിൽ നിന്ന് നോക്കണം. അപ്പോൾ ടോപ്പ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം അഗെയിൻ ഇതിന്റെ ലെങ്ത്തും തിക്നെസ്സിന് പകരം ഇതിന്റെ ബ്രെഡ്ത്തും കൂടി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വലിയ റെക്ടാംഗിളായി ഇതിന്റെ ലെങ്ത്തിനെയും ഇതിന്റെ ബ്രെഡ്ത്തിനെയും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ തിക്നെസ് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ഏറ്റവും കുറഞ്ഞത് 2 ചിത്രങ്ങളിലൂടെ ഈ ബുക്കിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത്തും തിക്നെസ്സും ഡിസ്ക്രൈബ് ചെയ്യാം. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഈ ബുക്കിനെ പോലും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 വ്യൂസ് എങ്കിലും വേണം. 2 ഡയറക്ഷനിലുള്ള ചിത്രങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ കംപ്ലീറ്റ് ആയി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് തന്നെയാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിന്റെ കൺസെപ്റ്റ്. ഏത് ത്രിമാന വസ്തു, അതൊരു മെഷീൻ എലമെന്റ് ആയാലും ഒരു ബിൽഡിംഗ് ആയാലും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൺവേ ചെയ്യണമെങ്കിൽ അതിന്റെ പല ഭാഗത്തു നിന്നുള്ള വ്യൂ വേണ്ടി വരും. ഏറ്റവും കുറഞ്ഞത് അതിന്റെ 2 ഭാഗത്തു നിന്നുള്ള, ഫ്രണ്ട് സൈഡിൽ നിന്നും ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് പ്രൊജക്ഷന്റെ കൺസെപ്റ്റ്. ഇത് ചെയ്യുന്നതിന് ചില റൂൾസ് ഉണ്ട്. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയ ചില രീതികൾ, ചില കൺവെൻഷൻസ് ഉണ്ട്. ആ കൺവെൻഷൻസ് ആണ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ പഠിക്കുന്നത്. ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. നമുക്കതിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ ഒബ്ജക്റ്റിന്റെ 2 വ്യൂസ് എങ്കിലും വേണം. സാധാരണയായിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് നോക്കുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ടോപ്പ് വ്യൂ, ഈ 2 വ്യൂസാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ 2 വ്യൂസ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ തിയേറ്ററിൽ പോകുന്നവരാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യാണ്. ആ ഇമേജ് വന്ന് വീഴുന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു സ്ക്രീനിലാണ്. ആ സ്ക്രീനിലാണ് നമ്മൾ ഇമേജ് കാണുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്തും ഒരു ഒബ്ജക്റ്റിൻ്റെ 2 വ്യൂസ് നമുക്ക് കാണണമെങ്കിൽ
ആ 2 വ്യൂസ് ഫോം ചെയ്യാനുള്ള 2 സ്ക്രീൻസ് വേണം. ആ 2 സ്ക്രീൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുക. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ 2 പ്രധാനപ്പെട്ട പ്ലെയിൻസ് ആണ്. ഒന്ന് യെല്ലോ മാർക്ക് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിൻ, ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി പ്രൊഫൈൽ പ്ലെയിൻ വരുന്നുണ്ട്, പക്ഷെ പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ട 2 പ്ലെയിൻസ് ആണ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ 2 ഇമേജ്, 2 വ്യൂസ് ഫോം ചെയ്യുന്ന സ്ക്രീൻസ് ആണിത്. ഈ 2 സ്ക്രീൻസിലാണ് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ 2 വ്യൂസ് കാണുക. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 2 പ്ലെയിൻസും കൂടി ഒരു ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു റെഡ് ലൈനായിട്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ലൈനിനെയാണ് XY ലൈൻ, റെഡായിട്ട് മാർക്ക് ചെയ്യില്ല XY ലൈൻ എന്ന് പറയും. ഈ 2 പ്ലെയിനും കൂടി നമ്മുടെ ആകെയുള്ള സ്പേസിനെ 4 ക്വാഡ്രൻ്റായിട്ട് തിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ 2 വ്യൂസ് വരക്കണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു സ്ഫിയർ ആയിരിക്കും. ആ സ്ഫിയർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സ്പേസിലാണല്ലോ. ഈ 2 പ്ലെയിനും കൂടി ആ സ്പേസിനെ 4 ക്വാഡ്രൻ്റാക്കി തിരിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സ്ഫിയർ, ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഈ 4-ൽ ഏതെങ്കിലും ഒരു ക്വാഡ്രൻ്റിലാവാം. അപ്പോൾ 4-ൽ ഏത് ക്വാഡ്രൻ്റിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വ്യൂസ്. അപ്പോൾ നമ്മൾ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒബ്ജക്റ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ക്വാഡ്രൻ്റിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലും വെർട്ടിക്കൽ പ്ലെയിനിന് മുന്നിലും ഇൻ ഫ്രണ്ട് ഓഫ് VP എബോവ് HP ആണെന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പറയാം. കാരണം HPക്ക് മുകളിലും VPക്ക് മുന്നിലും ആയിട്ടുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻ്റായി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ ഒബ്ജക്റ്റ് വെർട്ടിക്കൽ പ്ലെയിനിന് പിറകിലും ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലും എബോവ് HP ബിഹൈൻഡ് VP ആണെങ്കിൽ ആ പോർഷൻ 2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒബ്ജക്റ്റ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെന്ന് പറയാം. നിങ്ങളുടെ ഒബ്ജക്റ്റ് HPക്ക് താഴെയും VPക്ക് പുറകിലും ആണെങ്കിൽ, ബിലോ HP ബിഹൈൻഡ് VP ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രൻ്റിലാണ് ഇരിക്കുന്നത് പറയാം. ആ ഏരിയനാണ് നമ്മൾ 3 തേർഡ് ക്വാഡ്രൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റ് HPക്ക് താഴെയും VPക്ക് മുന്നിലും ഇൻ ഫ്രണ്ട് ഓഫ് VP ബിലോ HP ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് ഇരിക്കുന്നതെന്ന് പറയാം. കാരണം ആ ഏരിയനെ നമ്മൾ 4 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യം വായിച്ചു കഴിഞ്ഞ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ക്വാഡ്രൻ്റിലാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങളെ പ്രൊജക്ഷൻസ് മാറും. ചില കേസിൽ ഏത് ക്വാഡ്രൻ്റാണെന്ന് തരാനുള്ള സൂചനകൾ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ചോദ്യത്തിൽ എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഇനി അങ്ങനെയുള്ള സൂചന തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പോർഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആണ്. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിലൊരു ഫിഗർ ഉണ്ട്. വൈറ്റ് സ്ഫിയർ ആയിട്ട് അവിടെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ പോയിൻ്റായിട്ട് അസ്യൂം ചെയ്യാം. പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിയിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്റ്റാണ്. അളവുകളില്ല, ലെങ്ത്ത് ബ്രെഡ്ത്ത് തിക്ക് ഒരു ഡയമെൻഷനും ഇല്ലാതെ ഒബ്ജക്റ്റാണ് പോയിൻ്റ്. അപ്പോൾ ആ പോയിൻ്റ് നിങ്ങളവിടെ കാണാൻ ഒരു വൈറ്റ് ഡോട്ടായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്ഷൻസ് എങ്ങനെ വരിക എന്ന് നോക്കാം. ഫ്രണ്ട് ഡയറക്ഷൻ, ഈ കാണുന്ന ഡയറക്ഷനിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമേജ് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യുന്നുണ്ട്. അതിനെ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. മുകളിൽ നിന്നുള്ള ടോപ്പ് ഡയറക്ഷനിൽ നിന്ന് നിങ്ങൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പതിക്കും. ആ ഇമേജിനെയാണ് ടോപ്പ് വ്യൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഈ പോയിൻറ്റിൻ്റെ ഓരോ ഇമേജസ് ഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് നോക്കുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ, രണ്ടാമത്തെ ഇമേജ് ടോപ്പ് നിന്ന് വ്യൂ ചെയ്യുമ്പോഴുള്ള ടോപ്പ് വ്യൂ. എപ്പോഴും ഓർമ്മിക്കുക, വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന ഇമേജ് എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ മാത്രമായിരിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന ഇമേജ് ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ്പ് വ്യൂ, വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ. ഇനി എങ്ങനെയാണ് ഈ പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ എയിം ചെയ്യുക എന്ന് നോക്കാം. നേരത്തെ അതേ എക്സാമ്പിളാണ്. ഇതിനകത്ത് ഡയമെൻഷൻസ് കാണിച്ചിട്ടുണ്ട്, നെയിം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ഒബ്ജക്റ്റിനെ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾക്ക് വരക്കേണ്ടത്. നേരത്തെ പോലെ തന്നെ ഈ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എത്ര അകലത്തിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മെജൻഡ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് 250 mm ഉയരത്തിലാണ് A എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനിന് 200 mm മുന്നിലാണ് A എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒബ്ജക്റ്റ് 4 ക്വാഡ്രന്റുകളിൽ ഏത് ക്വാഡ്രന്റിൽ വേണമെങ്കിലും ആവാം. ഈ പോയിന്റ് എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ, എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP.
സ്വാഭാവികമായിട്ടും ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ അതിൻ്റെ ലൊക്കേഷൻസും തന്നിട്ടുണ്ട്. 250 mm എബോവ് HP ആൻഡ് 200 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അങ്ങനെയാണ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 250 mm HP മുകളിലും 200 mm VP ഫ്രണ്ടിലും ആയിട്ടാണ് A എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തത്. ഇതിൻ്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് നോക്കുക. ഫ്രണ്ട് ഡയറക്ഷൻ നോക്കുമ്പോഴുള്ള ഇമേജാണ് VP കിട്ടിയിരിക്കുന്നത്, ഫ്രണ്ട് വ്യൂ. അതിന് പേര് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ പേര് ക്യാപിറ്റൽ A ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂവിൻ്റെ പേര് സ്മോൾ a വിത്ത് എ ഡാഷ് എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഡാഷ് എപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഫ്രണ്ട് വ്യൂവിന് എപ്പോഴും ഒരു ഡാഷ് ഉണ്ടാവും. ഇതേ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് HP കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനെ നെയിം ചെയ്തിരിക്കുന്നത് നോക്കുക. ടോപ്പ് വ്യൂവിന് ഒരിക്കലും ഡാഷ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ലെറ്ററാണോ അതിൻ്റെ സെയിം സ്മോൾ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതുകൊണ്ട് ടോപ്പ് വ്യൂവിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ a. ഈ HP-യും VP-യും ഈ രണ്ട് പ്ലെയിനും കൂടി മീറ്റ് ചെയ്യുന്ന, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ റെഡ് ലൈനായിട്ട് XY ലൈൻ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ XY ലൈനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ രണ്ട് ഇമേജിലേക്കുള്ള അകലം എത്രയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, അതായത് A ഡാഷ് XY ലൈനിന് എത്ര അകലത്തിലാണ് എന്ന് നോക്കുക. സെയിം മെജൻഡ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അതേ ഉയരം തന്നെയാണ് A ഡാഷിനും ഉണ്ടാവുക. അപ്പോൾ A ഡാഷ് എന്ന് പറഞ്ഞ പോയിൻ്റ് XY ലൈനിൽ നിന്ന് 250 mm മുകളിലാണ് ഉള്ളത്. അതുപോലെ സ്മോൾ a, അതായത് ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിൽ നിന്ന് എത്ര അകലത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. മാർക്ക് ചെയ്തിട്ടുണ്ട് 200 mm. അതേ 200 തന്നെയാണ് ഈ താഴെയുള്ളത്. അപ്പോൾ XY ലൈനിൽ നിന്ന് 200 mm അകലത്തിലാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ഉള്ളത്. പ്രൊജക്ഷൻസ് വരക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ രണ്ട് വ്യൂസ് വരക്കുക എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ക്യാപിറ്റൽ A ആണ്, പക്ഷെ നിങ്ങളോട് വരക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ രണ്ട് വ്യൂസാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ A ഡാഷും അതിൻ്റെ ടോപ്പ് വ്യൂ A. ഇത് രണ്ടും മാത്രമേ നിങ്ങൾ വരക്കേണ്ടതുള്ളൂ. A ഡാഷും സ്മോൾ എയും മാത്രമേ നിങ്ങൾ വരക്കേണ്ടതുള്ളൂ. ഈ ക്യാപിറ്റൽ A വരക്കേണ്ടതില്ല. ഇതെങ്ങനെയാണ് വരക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഈ പ്രൊജക്ഷന് നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഇവിടെ റിയൽ ഒബ്ജക്റ്റ്, അതായത് ക്യാപിറ്റൽ A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത ആ പോയിന്റിന് വരക്കേണ്ട കാര്യമില്ല. അതിൻ്റെ രണ്ട് ഇമേജസ് മാത്രമാണ് നമുക്ക് വരേണ്ടത്. ഫ്രണ്ട് വ്യൂ A ഡാഷും ടോപ്പ് വ്യൂ സ്മോൾ a, ഇത് രണ്ടും മാത്രം നമുക്ക് വരക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി അതിൻ്റെ അളവും കൂടി അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് A ഡാഷിലേക്ക് XY എന്നുള്ള അകലം മജൻഡ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് 250 mm ആണ്. സ്മോൾ a ടോപ്പ് വ്യൂവിലേക്ക് XY എന്നുള്ള അകലം ലൈറ്റ് ബ്ലൂ ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ട് 200 mm ആണ്. ഇതാണ് നമുക്ക് നിങ്ങളെ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ഷീറ്റാണ് അല്ലേ. പക്ഷേ ഇവിടെ ഈ രണ്ട് പ്ലെയിനും ഇരിക്കുന്നത് ഒരു L ഷേപ്പിലാണ്, നിവർന്നിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും A ഡാഷും എയും ഒരു ഷീറ്റിൽ വരക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ നിവർത്തേണ്ടി വരും, ഒരൊറ്റ പ്ലെയിനിലാക്കേണ്ടി വരും. ഇത് രണ്ടും രണ്ട് പ്ലെയിനായിട്ടാണ്, ഇതിനെ ഒരു പ്ലെയിനിലായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്ലെയിനിലായിട്ട് മാറ്റണമെങ്കിൽ ഒരു റൂളുണ്ട്. ആ റൂള് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. റൂൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലെയിനിൽ വരക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നുകിൽ HP അല്ലെങ്കിൽ VPനെ നമ്മൾ നിവർത്തണം, മറ്റേതിന് കണക്കാക്കി നിവർത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു പ്ലെയിൻ ഷീറ്റ് പോലെ ആവുള്ളൂ. അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ VP വെർട്ടിക്കൽ പ്ലെയിൻ ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. വെർട്ടിക്കൽ പ്ലെയിൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നടത്തണം. പക്ഷേ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനെ ആവശ്യത്തിനനുസരിച്ച് പ്ലെയിൻ ആവുന്നത് വരെ റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേഷന് ഒരു ഡയറക്ഷൻ ഉണ്ട്. എപ്പോഴും HP റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം, ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കണം. അതാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. VPനെ, അതായത് വെർട്ടിക്കൽ പ്ലെയിനെ അതുപോലെ തന്നെ നിർത്തി HP ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മളൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് VP വെർട്ടിക്കൽ പ്ലെയിനെ ഒരേ പ്ലെയിന് തന്നെ കണക്കായിട്ട് തന്നെ HPയും കൂടെ വരും. അങ്ങനെയാകുമ്പോൾ നമുക്കത് A ഡാഷും എയും ഒരു ഷീറ്റിൽ തന്നെ വരക്കാൻ പറ്റുന്ന വിധത്തിലാവും. ഇതാണ് റൊട്ടേഷൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? XY ലൈനിൻ്റെ മുകളിൽ യെല്ലോ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് VP ആണ്. ആ VPയിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ A ഡാഷ് ഉണ്ട്. താഴെ നോക്കുക, ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ റൊട്ടേറ്റ് ചെയ്ത HP ആണ്. ആ HPയിൽ നമ്മൾ നേരത്തെ എത്ര അകലത്തിലാണോ ഉണ്ടായിരുന്നത് അതേ അകലത്തിൽ സ്മോൾ a ഉണ്ട്. ഇതാണ് പോയിന്റിൻ്റെ പ്രൊജക്ഷൻ. നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടിയ ഇമേജ് A ഡാഷ് ഫ്രണ്ട് വ്യൂ മാത്രമാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയ ഇമേജ് സ്മോൾ a എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്.
അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ്പ് വ്യൂ. ഇനി ഇതിന് ഷീറ്റിലേക്ക് വരക്കുമ്പോൾ നമ്മൾ ഈ യെല്ലോ ആൻഡ് ഗ്രീൻ ലൈൻസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ആ പ്ലെയിനിൻ്റെ ബോർഡറാണ്. അത് വേണമെന്നില്ല, അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതായത് ഈ പ്ലെയിനിൻ്റെ ബോർഡേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ അത് ഷീറ്റിലേക്ക് വരക്കുമ്പോൾ ഇതുപോലെ വരും. എക്സ് വൈ ലൈൻ, എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ വി പി, എക്സ് വൈ ലൈനിൻ്റെ താഴെ നിങ്ങളുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ബാക്കി ആ രണ്ട് ഇമേജസ്, ആ രണ്ട് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും, രണ്ട് ഇമേജസ് അതേ ഡിസ്റ്റൻസിൽ നിങ്ങൾ വരക്കണം. എ ഡാഷ് എക്സ് വൈ ലൈനിൽ 250 mm അകലത്തിലായിരുന്നു, അതുകൊണ്ട് 250 mm അകലത്തിൽ എ ഡാഷ് റെപ്രസെൻ്റ് ചെയ്തു. സ്മോൾ എ എക്സ് വൈ ലൈനിൽ 200 mm താഴെയാണ്, അപ്പോൾ അതേ 200 mm ഡിസ്റ്റൻസിൽ മാറും. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മാർഗം. പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ്റെ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒബ്ജക്റ്റ് ഈ കേസിൽ അതൊരു പോയിൻ്റ് ആയിരുന്നു. ചിലപ്പോൾ അത് ക്യൂബ് ആവും, സ്ഫിയർ ആവും, ലൈൻ ആവും, എന്തോ ആവും. ആ ഒബ്ജക്റ്റ് 4 ക്വാഡ്രൻറ്റിൽ ഏത് വേണമെങ്കിലും ആവാം. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിരുന്നു. സെയിം ഒബ്ജക്റ്റ് ബാക്കി 3 ക്വാഡ്രൻറ്റിലാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്ന് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരത്തെ കേസിൽ വി പിക്ക് 200 mm 200 mm ഫ്രണ്ടിലായിരുന്നു. ഈ കേസിൽ വി പിക്ക് വെർട്ടിക്കൽ പ്ലെയിന് 200 mm പുറകിലും, എച്ച് പിക്ക് 250 mm മുകളിലും, 250 mm അബോവ് എച്ച് പി, 200 mm ബിഹൈൻഡ് വി പി. അപ്പോൾ ക്വാഡ്രൻറ്റ് സെക്കൻഡ് ക്വാഡ്രൻ്റായി. പ്രൊജക്ഷൻ നേരത്തെ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഡയറക്ഷനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇമേജ് എ ഡാഷ്, അത് വി പിയിൽ ഫോം ചെയ്തു. ടോപ്പിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള ഇമേജ് സ്മോൾ എ, അത് എച്ച് പിയിൽ ഫോം ചെയ്തു. അപ്പോൾ 2 ഇമേജ് ഉണ്ട്. ഈ 2 ഇമേജ് നമുക്ക് വരക്കണം. ഇമേജ് ഫോം ചെയ്യുന്നതിലൊരു വ്യത്യാസമില്ല, എന്നാൽ വ്യത്യാസം വരുന്നത് നിങ്ങളുടെ റൊട്ടേഷനിലാണ്. നേരത്തെ പോലെ തന്നെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് ഒഴിവാക്കി 2 ഇമേജസ് മാത്രമേ ഉള്ളൂ, എ ഡാഷും എ. ഇതിനാണ് നമുക്ക് ഒരു ഷീറ്റിലേക്ക് ആക്കി വരക്കുന്നത്. ഷീറ്റിലേക്ക് ആക്കി വരക്കണമെങ്കിൽ ഈ എൽ ഷേപ്പിലുള്ള പ്ലെയിനിലാക്കണം. ഒരൊറ്റ പ്ലെയിനിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വി പിനെ നമുക്ക് എഗെയിൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, എച്ച് പിനെ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി പിയും എച്ച് പിയും തമ്മിൽ അതിന് മുകളിലായിട്ട് തന്നെ വരുന്ന രീതിയിലാണ് വരിക. അപ്പോൾ ആ ഇമേജസും കൂടി നിങ്ങൾ നോക്കുക. എ ഡാഷ് എക്സ് വൈ ലൈനിൽ 250 mm അകലത്തിലാണ് എ ഡാഷ് ഉള്ളത്. സ്മോൾ എ നോക്കുക, എക്സ് വൈ ലൈനിൽ 200 mm അകലത്തിൽ സെയിം ലൈൻ തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റ്. അതായത് ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നതാണ്. നിങ്ങൾ നേരത്തെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം. സ്മോൾ എ എന്ന് പറയുന്നത് പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതേ ലൈനിന് മുകളിൽ, ആ മെജൻഡ ലൈനിന് മുകളിലായിട്ട് തന്നെ വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്മോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ ലൈനിൽ 200 mm ഉയരത്തിൽ, എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ ലൈനിൽ 250 mm ഉയരത്തിൽ. ഇനി ഇത് നിങ്ങൾ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരക്കും പ്ലെയിനിൻ്റെ ബോർഡറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഷീറ്റിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. എക്സ് വൈ ലൈൻ, എച്ച് പിയും വി പിയും രണ്ടും എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ്. അതായത് ഫ്രണ്ട് വ്യൂ എ ഡാഷ്, ടോപ്പ് വ്യൂ സ്മോൾ എ രണ്ടും എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ്. എയിലേക്കുള്ള അകലം 200 ആണ്, എ ഡാഷിലേക്ക് അകലം 250 ആണ്. ഇത് നേരത്തെ കേസുമായിട്ട് നോക്കുക, നിങ്ങൾക്ക് വി പി മുകളിലും എച്ച് പി താഴെയുമായിരുന്നു. അതായത് ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയായിരുന്നു. ഈ കേസിൽ 2 പ്ലെയിനും മേൽക്ക് മേലെയായിട്ടാണ് വരുന്നത്. വി പി എച്ച് പിയും എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണുള്ള കേസ്. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഒരു പോയിന്റ് തേർഡ് ക്വാഡ്രൻ്റിലാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക, ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. എച്ച് പിക്ക് താഴെയും അതേസമയം വി പിക്ക് പുറകിലും ആണ് പോയിൻ്റെങ്കിൽ പോയിന്റ് തേർഡ് ക്വാഡ്രൻ്റാണെന്ന് പറയാം. ഈ കേസ് ക്യാപിറ്റൽ എ എന്ന് റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റ് തേർഡ് ക്വാഡ്രൻ്റാണുള്ളത്. പ്രൊജക്ഷൻ നേരത്തെ പോലെ തന്നെ ഫ്രണ്ട് ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇമേജ് എ ഡാഷ് വെർട്ടിക്കൽ പ്ലെയിൻ ഫോം ചെയ്തു. ടോപ്പിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇമേജ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഫോം ചെയ്തു സ്മോൾ എ. ഇത് രണ്ടും ഒരു പ്ലെയിനിൽ വരക്കണമെങ്കിൽ വി പിയെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, എച്ച് പിനെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റിംഗ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. വി പി അതുപോലെ തന്നെ നിർത്തി എച്ച് പിനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നിവർത്തി വി പിക്ക് നേരെ വരുന്ന രീതിയിൽ ഒറ്റ പ്ലെയിനായി വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എച്ച് പി മുകളിൽ ഗ്രീൻ ലൈൻസ് വെച്ച് കാണിച്ചിരിക്കുന്ന എച്ച് പി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വി പിക്ക് അതേ പ്ലെയിനിലായിട്ട് വരുന്നു. വി പി എക്സ് വൈ ലൈനിൻ്റെ താഴെയിട്ട് വരും. എച്ച് പിയിൽ ഫോം ചെയ്ത ഇമേജ് സ്മോൾ എ ടോപ്പ് വ്യൂ, വി പിയിൽ ഫോം ചെയ്ത ഇമേജ് 250 mm അകലത്തിൽ
എ ഡാഷ്. പിന്നെ നിങ്ങൾ നേരത്തെ ഫോം ചെയ്ത ഇമേജിനെ അതുപോലെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്തു കിട്ടും. ഇതിന് ഷീറ്റിലേക്ക് വരക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോർഡേഴ്സ് വേണ്ട. എക്സ് ലൈൻ്റെ മുകളിൽ HP, എക്സ് ലൈൻ്റെ താഴെ VP. അപ്പോൾ HP കിട്ടുന്ന ഇമേജ് ടോപ്പ് വ്യൂ സ്മോൾ എ, VP കിട്ടുന്ന ഇമേജ് എ ഡാഷ് ഫ്രണ്ട് വ്യൂ. അകലം നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഈ കിട്ടിയ കേസ് എങ്ങനെയാണെന്ന് നോക്കുക. മുകളിൽ HP യും താഴെ VP യും. ഇത് നമ്മുടെ ആദ്യത്തെ കേസ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നേരെ തലതിരിഞ്ഞ് എങ്ങനെയാണോ അതാണുള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മൾ VP മുകളിലും HP താഴെയായിരുന്നു. തേർഡ് ക്വാഡ്രൻറ്റിൽ HP മുകളിലും VP താഴെ, അതായത് ടോപ്പ് വ്യൂ മുകളിൽ ഫ്രണ്ട് വ്യൂ താഴെ. ഇതാണ് തേർഡ് ക്വാഡ്രൻറ്റിലെ ആളുകളുടെ കേസ്. ലാസ്റ്റ് കേസ് സെയിം ഒബ്ജക്റ്റ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. HP താഴെയും VP മുന്നിലും, ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ബിലോ HP ആണ് ഈ A എന്ന് പറഞ്ഞ പോയിന്റ്. 250 mm ബിലോ HP, 200 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആയിട്ടാണ് ക്യാപിറ്റൽ A റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഉള്ളത്. ഇമേജ് ഫോം ചെയ്യുന്ന നേരത്തെ പോലെ തന്നെ ഫ്രണ്ട് ഡയറക്ഷനുള്ള ഇമേജ് എ ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ. ടോപ്പ് ഡയറക്ഷനുള്ള ഇമേജ് സ്മോൾ എ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്തിട്ടുണ്ട് ടോപ്പ് വ്യൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒറിജിനൽ ഒബ്ജക്റ്റ് ക്യാപിറ്റൽ A ആവശ്യമില്ല, അത് റിമൂവ് ചെയ്തിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ട് ഇമേജസ് ഇവിടെ ഉണ്ട്. എ ഡാഷ് ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ, സ്മോൾ എ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ. അപ്പോൾ രണ്ടിലേക്കുള്ള അകലം നോക്കുക. എ ഡാഷിലേക്ക് 250, എയിലേക്ക് 200. ഇനി ഇതിനെ നിങ്ങൾക്ക് ഷീറ്റിൽ വരക്കണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ഇതിനെ പ്ലെയിൻ ആക്കണം. VP നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, HP നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ HP റൊട്ടേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് HP റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HP യും VP യും ഒന്നിന് മേലെ ഒന്നായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇമേജസ് എങ്ങനെ ഫോം ചെയ്ത് നോക്കുക. ഓൾറെഡി അവിടെ എ ഡാഷിലേക്കുള്ള ഇമേജ് ഉണ്ട്, എ ഡാഷിൻ്റെ ഇമേജ് ഉണ്ട്. അതിലേക്കുള്ള അകലമാണ് 250 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ലൈനിന് നേരെ മുകളിൽ തന്നെ എയുടെ ലൈൻ റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ സ്മോൾ എ സെയിം ലൈനിൽ ബട്ട് 200 mm അകലത്തിൽ സ്മോൾ എ. ഷീറ്റിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോർഡേഴ്സ് ആവശ്യമില്ല. VP യും HP യും രണ്ടും താഴെയാണ് വന്നിരിക്കുന്നത്. 200 mm അകലത്തിൽ എ ടോപ്പ് വ്യൂ, 250 mm അകലത്തിൽ എ ഡാഷ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഈ കിട്ടിയ കേസ് നോക്കുക. നിങ്ങൾക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എങ്ങനെയാണോ കിട്ടിയത് അതിൻ്റെ നേരെ ഇൻവേഴ്സാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും മുകളിലായിരുന്നു, അതായത് VP HP രണ്ടും മുകളിലായിരുന്നു, എ ഡാഷ് രണ്ടും മുകളിലായിരുന്നു. അത് നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ളതാണ്. എയും എ ഡാഷും രണ്ടും താഴെ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും താഴെ. അപ്പോൾ ഇതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സിൻ്റെ കൺസെപ്റ്റ്. എല്ലാവർക്കും ഇതുപോലെ ആലോചിച്ച് പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊരു എളുപ്പ വഴിയുണ്ട്. നോക്കാം. ഇപ്പോൾ കിട്ടിയ 4 കേസസാണ് ഞാൻ ഒരുമിച്ച് വരച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻ്റിലായിരുന്നപ്പോൾ നമുക്ക് ഇമേജ് കിട്ടിയിരുന്നത് ഇങ്ങനെയാണ്, അതായത് XY ലൈനിന് മുകളിൽ VP, XY ലൈനിന് താഴെ HP. അതിൻ്റെ നേരെ ഇൻവേഴ്സാണ് തേർഡ് ക്വാഡ്രൻറ്റിൽ. XY ലൈനിന് മുകളിൽ HP, അതായത് ടോപ്പ് വ്യൂ, XY ലൈനിന് താഴെ ഫ്രണ്ട് വ്യൂ, അതായത് VP. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ HP, VP രണ്ടും മുകളിൽ, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും മുകളിൽ. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ HP, VP രണ്ടും താഴെ, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും താഴെ. ഈ സാധനം നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് XY ലൈനിൻ്റെ മുകളിൽ ഫ്രണ്ട് വ്യൂ, XY ലൈനിൻ്റെ താഴെ ടോപ്പ് വ്യൂ. അതിൻ്റെ നേരെ തിരിഞ്ഞതാണ് തേർഡ് ക്വാഡ്രൻറ്റ്. XY ലൈനിൻ്റെ മുകളിൽ ടോപ്പ് വ്യൂ, XY ലൈനിൻ്റെ താഴെ ഫ്രണ്ട് വ്യൂ. അതാണ് തേർഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും XY ലൈനിൻ്റെ മുകളിൽ. ഒബ്ജക്റ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ രണ്ട് ഇമേജും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും രണ്ടും XY ലൈനിൻ്റെ താഴെ വരുന്ന രീതിയിലാണ്. എ ആൻഡ് എ ഡാഷ്, അതായത് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും രണ്ടും XY ലൈനിൻ്റെ താഴെ. ഇനി നമുക്ക് ഇതുപയോഗിച്ചിട്ടൊരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റൊട്ടേഷനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ എളുപ്പത്തിൽ ആ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫിഗർ നേരത്തെ കണ്ട അതേ ഫിഗറാണ്. ക്ലാരിറ്റിക്ക് വേണ്ടി നേരത്തെ പ്ലെയിൻസിൻ്റെ ടേംസിൽ എഴുതിയതിന് പകരം ഇപ്പോൾ വ്യൂസിൻ്റെ ടേംസിൽ അതിനെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മുടെ ഒബ്ജക്റ്റ് ഏത് ക്വാഡ്രൻ്റ് ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻ ഫ്രണ്ട് ആൻഡ് എബോവ് നല്ല രീതിയിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബോവ് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ബിഹൈൻഡ് ആൻഡ് എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ബിഹൈൻഡ് VP എബോവ് HP എന്നാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ബിഹൈൻഡ് ആൻഡ് ബിലോ, ബിഹൈൻഡ് VP ആൻഡ് ബിലോ HP എന്നാണെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റ്. അതുപോലെ ഇൻ ഫ്രണ്ട് ആൻഡ് ബിലോ, ഇൻ ഫ്രണ്ട് ഓഫ് VP ബട്ട് ബിലോ HP എന്നാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഈ 4 ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ നമ്മുടെ പ്രൊജക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ XY ലൈനിൻ്റെ മുകളിൽ ഫ്രണ്ട് വ്യൂ വരക്കണം, XY ലൈനിൻ്റെ താഴെ ടോപ്പ് വ്യൂ വരക്കണം. അതിൻ്റെ നേരെ ഇൻവേഴ്സാണ് തേർഡ് ക്വാഡ്രൻറ്റിൽ. XY ലൈനിൻ്റെ മുകളിൽ ടോപ്പ് വ്യൂ, XY ലൈനിൻ്റെ താഴെ ഫ്രണ്ട് വ്യൂ. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ
ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ടും XY ലൈനിൻ്റെ മുകളിലായിരിക്കും. ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഇൻവേഴ്സ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ രണ്ടും XY ലൈനിൻ്റെ താഴെ. ഇത് നമ്മൾ എന്തായാലും ഓർമ്മിച്ചിരിക്കണം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ തരുന്ന ഫിഗർ നോക്കുക. അവിടെ വൈറ്റ് ഡോട്ട് വെച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഒബ്ജക്റ്റാണ്, പോയിൻ്റാണ്. രണ്ട് കേസ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആ പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റിലായിരിക്കുമ്പോഴുള്ള കേസ്, രണ്ട് ആ പോയിൻ്റ് തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കുമ്പോൾ കേസ്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിരിക്കുമ്പോൾ കേസ് എടുക്കുക. ആ പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം VPക്ക് മുന്നിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. HPക്ക് മുകളിലാണ്, എബോ HP ആണ്. ഇത് VPക്ക് എത്ര മുന്നിലാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളതിനെ ടോപ്പ് ഡയറക്ഷനിൽ നിന്ന് വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഫ്രണ്ട് ഡയറക്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് VPയിൽ നിന്ന് എത്ര മുന്നിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ഇതേപോലെ തന്നെ തേർഡ് ക്വാഡ്രൻ്റിലെ കേസ് എടുക്കുക. ഈ പോയിൻ്റ് VPക്ക് എത്രയോ പുറകിലാണുള്ളത്. അപ്പോൾ ആ പോയിൻ്റ് VPക്ക് എത്ര പുറകിലാണ് അറിയണമെങ്കിൽ നിങ്ങൾ അഗെയിൻ ടോപ്പ് ഡയറക്ഷനിൽ തന്നെ വ്യൂ ചെയ്യണം. ഫ്രണ്ട് ഡയറക്ഷനിൽ വ്യൂ ചെയ്താൽ VPക്ക് എത്ര പുറകിലാണ്, എത്ര അകലമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതായത് ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ്, VPയിൽ നിന്ന് എത്ര മുന്നിലാണ് എത്ര പുറകിലാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അതിനെ ടോപ്പ് ഡയറക്ഷനിൽ നിന്ന് തന്നെ വ്യൂ ചെയ്തിരിക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ് യു ഹാവ് ടു വ്യൂ ഫ്രം ടോപ്പ് ഡയറക്ഷൻ. ഇതേ പോയിൻ്റ് HPയിൽ നിന്ന് മുകളിലായിരിക്കുമുള്ള കേസാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റിലേത്. ആ പോയിൻ്റ് HPയിൽ നിന്ന് എത്ര മുകളിലാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ഡയറക്ഷനിൽ നിന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ കഴിയില്ല. HPയിൽ നിന്ന് എത്ര അകലമുണ്ട്, എത്ര മുകളിലാണ് എന്ന് കാണണമെങ്കിൽ നിങ്ങളതിനെ ഫ്രണ്ട് ഡയറക്ഷനിൽ നിന്ന് തന്നെ വ്യൂ ചെയ്യണം. ഇതേപോലെ തന്നെയാണ് തേർഡ് ക്വാഡ്രൻ്റിലെ കേസ്. ഈ പോയിൻ്റ് HPയിൽ നിന്ന് എത്രയോ താഴെയാണ്. അപ്പോൾ HPയും ആ പോയിൻ്റ് തമ്മിലുള്ള അകലം HPയിൽ നിന്ന് എത്ര താഴെയാണ് എന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഡയറക്ഷനിൽ തന്നെ നോക്കിയിരിക്കണം. ടോപ്പ് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എബോവ് ഓർ ബിലോ, പോയിൻ്റ് എത്ര മുകളിലാണ് എത്ര താഴെയാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഡയറക്ഷനിൽ തന്നെ നോക്കിയിരിക്കണം. ടോപ്പ് ഡയറക്ഷൻ നോക്കിയാൽ അത് വിസിബിൾ ആവില്ല. അപ്പോൾ ഈ കാര്യം എപ്പോഴും ഓർമ്മിച്ചിരിക്കുക. ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ്, എത്ര മുന്നിലാണ് എത്ര പിറകിലാണ് എന്നുള്ള ഡയമെൻഷൻ നിങ്ങൾക്ക് വിസിബിൾ ആവുക ടോപ്പ് വ്യൂവിലാണ്, ടോപ്പ് ഡയറക്ഷൻ എന്നുള്ള വ്യൂവിൽ മാത്രമാണ്. എത്ര എബോ ആണ് എത്ര ബിലോ ആണ്, അതായത് എത്ര മുകളിലാണ് എത്ര താഴെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിസിബിൾ ആവുക ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ്, ഫ്രണ്ട് ഡയറക്ഷൻ എന്നുള്ള വ്യൂവിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒക്ടോബർ 2018 ഡിപ്ലോമ എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. പാർട്ട് ബിയിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ആ ചോദ്യം കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ 10 മാർക്കാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് 5 സബ്സെക്ഷൻ ഉണ്ട്. 5 സബ്സെക്ഷൻ എന്ന് പറഞ്ഞാൽ 5 ഡിഫറൻറ്റ് പോയിൻറ്റ്സാണ്. ആ 5 ഡിഫറൻറ്റ് പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ വരക്കുക എന്നുള്ളതാണ് ചോദ്യം. തൽക്കാലം സബ്സെക്ഷൻ A നമ്മൾ ലീവ് ചെയ്യുകയാണ്. സബ്സെക്ഷൻ B നമുക്ക് ചെയ്യാൻ നോക്കാം. ഈ പറഞ്ഞ രീതിയിൽ സബ്സെക്ഷൻ B നമുക്ക് ചെയ്യാൻ നോക്കാം. സബ്സെക്ഷൻ B തന്നിട്ടുള്ളത് പോയിൻ്റ് B 40 mm എബോവ് HP ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ആ പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻസ് വരക്കുകയാണ് വേണ്ടത്. അതായത് ആ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ വരക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ പോയിൻ്റ് ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക എന്നുള്ളതാണ്. അത് ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നിരിക്കുന്ന പോയിൻ്റ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 40 mm എബോവ് HP, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബോവ് HP. പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബോവ് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയാം. ഇൻ ഫ്രണ്ട് ആൻഡ് എബോവ് അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ അതിൻ്റെ വ്യൂസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. XY ലൈൻ്റെ മുകളിൽ ഫ്രണ്ട് വ്യൂ, XY ലൈൻ്റെ താഴെ ടോപ്പ് വ്യൂ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. XY ലൈൻ വരച്ച് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ പോയിൻ്റ് ഇപ്പോഴുള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയുമായിരിക്കും. പോയിൻറ്റിനെ B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ B' എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് XY ലൈനിൻ്റെ മുകളിലാണ്. ആ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ, അതായത് സ്മോൾ b നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് XY ലൈനിൻ്റെ താഴെയാണ്. ഇത്ര നമുക്കറിയുന്ന കാര്യമാണ്. അതവിടെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഇൻ ഫ്രണ്ട് ബിഹൈൻഡ് എന്നുള്ളത് ടോപ്പ് വ്യൂവിൽ മാത്രമാണ് വിസിബിൾ. എബോവ് ഓർ ബിലോ എന്നുള്ളത് ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ് വിസിബിൾ. ഇൻ ഫ്രണ്ടിൻ്റെ കൂടെ ഉള്ള ഡയമെൻഷൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 25 mm ഇൻ ഫ്രണ്ട് എന്നാണ് ചോദ്യത്തിലുള്ളത്. ഇൻ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള വാല്യൂ 25 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 25 mm ടോപ്പ് വ്യൂ എവിടെയാണുള്ളത് അവിടെ വരക്കുക. കാരണം ഇൻ ഫ്രണ്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് എന്നുള്ളത് ടോപ്പ് വ്യൂവിൽ മാത്രമാണ് വിസിബിൾ. അപ്പോൾ ഇൻ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ഡയമെൻഷൻ 25 mm, ടോപ്പ് വ്യൂ എവിടെയാണുള്ളത് അവിടെ വരക്കുക.
ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് വരയ്ക്കുകയാണ്. നമുക്കിവിടെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. 25 mm ആണ്. അപ്പോൾ ഈ പോയിൻറ്റിനെ, ഇതിൻ്റെ എൻഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. പോയിൻ്റ് ബി ആണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സ്മോൾ ബി എന്നാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതണം. ഈ പോയിൻറ്റിനെ, ആ ലൈനിൻ്റെ എൻഡിനെ നമ്മൾ സ്മോൾ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. ബി ഡാഷ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. ബി ഡാഷ് വരക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നോക്കുക, നമ്മുടെ ചോദ്യത്തിൽ 25 mm നമ്മൾ ഓൾറെഡി അവിടെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. 40 mm, അതായത് ആ 40 mm എന്നുള്ള ഡയമെൻഷൻ എബോവ് ഇതിൻ്റെ കൂടെയാണുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് എബോവ് ഓർ ബിലോ, എത്ര മുകളിലാണ് എത്ര താഴെയാണ്, എച്ച് പിക്ക് എത്ര മുകളിലാണ് എത്ര താഴെയാണ് എന്നുള്ളത് വിസിബിൾ ആവുക ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ്. അപ്പോൾ എബോവിൻ്റെ അല്ലെങ്കിൽ ബിലോവിൻ്റെ കൂടെ വരുന്ന ഡയമെൻഷൻ നമ്മളെപ്പോഴും ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരുന്നത് അവിടെ വരക്കണം. അതായത് നമ്മുടെ കേസിൽ ഈ 40 mm ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരുന്നത് അവിടെ വരക്കണം. നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് XY ലൈൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ XY ലൈൻ്റെ മുകളിലേക്കാണ് ഈ 40 mm വരക്കേണ്ടത്. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വരക്കുന്നത്. മുകളിലേക്ക് അപ്പോൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. 40 mm ആണ്. ഇത് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ ലൈനിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് വ്യൂവിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോയിൻ്റ് ക്യാപിറ്റൽ ബി ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ബി ഡാഷ്, സ്മോൾ ബി ഡാഷ് ആണ്. അപ്പോൾ അത് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കണം. റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോയിൻറ്റിൻ്റെ രണ്ട് പ്രൊജക്ഷൻസ്, അതായത് പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. നമ്മൾ ആദ്യം ചെയ്തത് പോയിൻ്റ് ഏത് ക്വാഡ്രൻ്റാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ പോയിൻ്റ് ഏതാണെന്ന് അറിയാൻ എളുപ്പമാണ്. ഇൻ ഫ്രണ്ട് ആൻഡ് എബോവ് എന്നുള്ളതായതുകൊണ്ട് പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. XY ലൈൻ്റെ മുകളിൽ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ വരും, XY ലൈൻ്റെ താഴെ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ വരും. അത്രയും നമുക്കറിയാം. പിന്നീട് നമ്മൾ ചെയ്തത് ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചോദ്യത്തിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഡയമെൻഷൻ. നമ്മുടെ ചോദ്യത്തിൽ ഇൻ ഫ്രണ്ടിൻ്റെ കൂടെ 25 mm എന്ന ഡയമെൻഷൻ ഉണ്ട്. ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ് എന്നുള്ളത് നമ്മളെപ്പോഴും ടോപ്പ് നിന്ന് നോക്കുമ്പോൾ മാത്രമേ വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ആ വാല്യൂ നമ്മൾ ടോപ്പ് വ്യൂ എവിടെയാണോ അവിടെ വരക്കണം. നമ്മുടെ ടോപ്പ് വ്യൂ XY ലൈൻ്റെ താഴെ ആയതുകൊണ്ട് താഴോട്ട് നമ്മൾ 25 mm വരച്ചു. പിന്നെ നമ്മൾ നോക്കി എബോവ് ഓർ ബിലോ, അതിൻ്റെ കൂടെയുള്ള ഡയമെൻഷൻ നമ്മുടെ കേസിൽ 40 mm ആണ്. അപ്പോൾ എബോവ് ഓർ ബിലോ, എത്ര മുകളിലാണ് എത്ര താഴെയാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ വ്യൂ ചെയ്യണം. എബോവ് ഓർ ബിലോ വിസിബിൾ ആവുന്നത് ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ 40 mm വരക്കേണ്ടത് ഫ്രണ്ട് വ്യൂ എവിടെയാണ് അവിടെയാണ്. നമ്മുടെ കേസിൽ ഫ്രണ്ട് വ്യൂ XY ലൈൻ്റെ മുകളിലാണ്, അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് 40 mm വരച്ചു. കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ കൂടി റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡയമെൻഷനും കൂടി ചെയ്തിട്ടുണ്ട്. XY ലൈൻ താഴേക്ക്, അതായത് നമ്മുടെ ടോപ്പ് വ്യൂ സ്മോൾ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 25 mm ആണ്. 25 എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. XY ലൈനിന് ഫ്രണ്ട് വ്യൂയിലേക്ക്, അതായത് സ്മോൾ ബി ഡാഷിലേക്കുള്ള ലെങ്ത് 40 mm ആണ്. അതിന് 40 mm റെപ്രസെൻ്റ് ചെയ്യും. ഇത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷനായി. ഓർമ്മിക്കുക, ഈ ഗ്രീൻ ലൈൻസ് അല്ല പ്രൊജക്ഷൻ, പോയിൻറ്റിൻ്റെ രണ്ട് ഇമേജ്, അതായത് പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ, അത് ആ ലൈനിൻ്റെ എൻഡാണ്, ആ പോയിൻ്റ് മാത്രമാണ്. അതായത് ഈ എൻഡ്, ആ പോയിൻ്റ് നമ്മുടെ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ, ഈ എൻഡ് ആ പോയിൻ്റ് നമ്മുടെ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഞാൻ നേരത്തെ എക്സാമ്പിളിൽ അതിനെയൊക്കെ കുറച്ചും കൂടി വലിയൊരു വൈറ്റ് ഡോട്ടായി കാണിച്ചിട്ടുണ്ടാകും. അത് കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടി കാണിച്ചതാണ്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ജസ്റ്റ് പോയിൻ്റ് തന്നെയാണ് അത് എന്നുള്ള അസംഷനാണ് നമ്മൾ എടുക്കുക. അതിന് കൂടുതൽ തിക്കൻ ചെയ്യോ ഡാർക്കൻ ചെയ്യോ ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ നമുക്കതിൽ വേറെ സബ്സെക്ഷൻ കൂടി ചെയ്ത് നോക്കാം. സബ്സെക്ഷൻ ഡി നമുക്ക് നോക്കാം. ബാക്കി സബ്സെക്ഷൻ ഞാൻ ലീവ് ചെയ്യുന്നത് അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. പോയിൻ്റ് ഡി തന്നിരിക്കുന്നത് 25 mm ബിലോ HP ആൻഡ് 30 mm ബിഹൈൻഡ് VP. ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP ആദ്യം ഏത് ക്വാഡ്രൻ്റാണ് വരിക നമ്മൾ നോക്കണം. ബിലോ ആൻഡ് ബിഹൈൻഡ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രൻ്റാണ് വരിക. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ വ്യൂസ് എങ്ങനെയാണ് വരിക നമുക്കറിയാം. XY ലൈൻ്റെ മുകളിൽ ടോപ്പ് വ്യൂ, XY ലൈൻ്റെ താഴെ ഫ്രണ്ട്. അത് നമുക്കവിടെ റെപ്രസെൻ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഓൾറെഡി അത് റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. XY ലൈൻ വരച്ചിട്ടുണ്ട്. മുകളിൽ ടോപ്പ് വ്യൂ ആണ് നമുക്കറിയാം, ടോപ്പ് വ്യൂ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
താഴെ ഫ്രണ്ട് വ്യൂ ആണെന്ന് നമുക്കറിയാം. താഴെ ഫ്രണ്ട് വ്യൂ ആണെന്ന് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പോയിന്റ് ഡി 25 mm ബിലോ HP. ബിലോയുടെ കൂടെയുള്ള ടേം 25 ആണ്. എബോവ് ഓർ ബിലോ വിസിബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ്. അപ്പോൾ ബിലോയുടെ കൂടെയുള്ള ഈ 25 mm ഡയമെൻഷൻ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ എവിടെയാണോ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മളെ ഫ്രണ്ട് വ്യൂ താഴെയാണ്, നമ്മൾ താഴേക്ക് 25 വരക്കണം. താഴേക്ക് ഞാൻ 25 വരച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ താഴെയുള്ള ഈ പോയിന്റ്, ആ ലൈനിൻ്റെ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഡിയുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഡീൻ്റെ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സ്മോൾ ഡി ഡാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ എൻഡിനെ സ്മോൾ ഡി ഡാഷ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ഡി ഡാഷ് ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ വരക്കണം. ബിഹൈൻഡിൻ്റെ കൂടെയുള്ള ഡയമെൻഷൻ 30 mm ആണ്. ഇൻ ഫ്രണ്ട് ഓർ ബിഹൈൻഡ് വിസിബിൾ ആയിട്ടുള്ളത് ടോപ്പ് വ്യൂവിൽ മാത്രമാണ്. നമ്മുടെ പ്രോബ്ലത്തിൽ ബിഹൈൻഡിൻ്റെ കൂടെയുള്ള ഡയമെൻഷൻ 30 mm ആണ്. ടോപ്പ് വ്യൂ വരുന്നത് XY ലൈനിൻ്റെ മുകളിലാണ് നമ്മുടെ. അപ്പോൾ അവിടെ 30 വരക്കുക. ആ ടോപ്പ് വ്യൂള്ള ലെങ്ത് കൂടി വരച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ ലൈനിൻ്റെ എൻഡ് ടോപ്പ് വ്യൂവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ പോയിന്റ് ക്യാപിറ്റൽ D ആണ്. അപ്പോൾ ടോപ്പ് വ്യൂവിനെ നമ്മൾ സ്മോൾ d വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായി ഡയമെൻഷൻ കൂടി ചെയ്യണം. ഞാൻ അതിൻ്റെ ഡയമെൻഷൻ കൂടി ചേർത്തിട്ടുണ്ട്. ഡി ഡാഷ് ഫ്രണ്ട് വ്യൂയിലേക്കുള്ള ലെങ്ത്ത് 25 mm ആണ്. സ്മോൾ ഡി ടോപ്പ് വ്യൂയിലുള്ള ലെങ്ത്ത് 30 mm ആണ്. അത് രണ്ടും ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഡയമെൻഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് രീതിയിലല്ല, നമ്മൾ BIS സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഡയമെൻഷൻ ചെയ്യുന്നത്. ആ രീതിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പരിമിതിയാണ്. ശരിയായ രീതിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലമാണ് സെക്ഷൻ ACE സബ്സെക്ഷനിലുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കിനി നോക്കാം. ചോദ്യം A നോക്കുക. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന പോയിന്റ് A ഇൻ HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലം, അതായത് പോയിന്റ് B ആൻഡ് പോയിന്റ് D തന്നിരിക്കുന്നത്. പോയിന്റ് B 40 mm above HP, 25 mm in front of VP. പോയിന്റ് D 25 mm below HP and 30 mm behind VP. ഇത് രണ്ടിലുള്ള പ്രത്യേകത, രണ്ടിലും HP-യിൽ നിന്നും VP-യിൽ നിന്നും എത്ര അകലത്തിലാണ് എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് A അത് 20 mm ബിഹൈൻഡ് VPക്ക് 20 mm പുറകിലാണ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ HP-യിൽ നിന്ന് മുകളിലോ താഴെയോ എന്ന ഡിസ്റ്റൻസ് നമുക്കിവിടെ തന്നിട്ടില്ല. പകരം പറഞ്ഞിട്ടുള്ളത് പോയിന്റ് A HP-യിൽ തന്നെയാണ് ഉള്ളത്. HP-ക്ക് മുകളിലോ HP-ക്ക് താഴെയല്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ തന്നെയാണ് എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇൻ HP-യിലുള്ള ഒരു പോയിന്റിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. വൈറ്റ് ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ പോയിന്റ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലോ ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെയോ അല്ല, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെയാണ് ആ പോയിന്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ട് വ്യൂസ് എങ്ങനെയാണ് വരിക? രണ്ട് ഭാഗത്തുനിന്ന് വ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? നമുക്ക് XY ലൈനിൽ തന്നെയാണ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുന്നത് XY ലൈനിൽ തന്നെയാണ്. അതിനെയാണ് A' എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് അതിൻ്റെ ടോപ്പ് വ്യൂ എവിടെയാണ് ഫോം ചെയ്യുന്നത്? ആ ഒബ്ജക്റ്റ് എവിടെയാണോ, അതായത് ആ പോയിന്റ് എവിടെയാണോ അതിന് മുകളിൽ തന്നെയാണ്. ആ പോയിന്റും അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. സെയിം പോയിന്റ് തന്നെയാണ്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ ടോപ്പ്. അതിനെയാണ് സ്മോൾ a എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ റൊട്ടേഷനൊന്നും വ്യത്യാസമില്ല. വെർട്ടിക്കൽ പ്ലെയിൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഈ കാണിച്ചിരിക്കുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് VPക്ക് സെയിം പ്ലെയിനിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇമേജ് ഉണ്ടാവുക. അതായത് XY ലൈനിൽ തന്നെ കിട്ടിയ ഫ്രണ്ട് വ്യൂ അവിടെ തന്നെ ഉണ്ട്, HP-യിൽ തന്നെ ഉണ്ടായിരുന്ന ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് അതേ പ്ലെയിനിൽ തന്നെ വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഷീറ്റിലേക്ക് വരക്കുമ്പോൾ XY ലൈൻ ഫ്രണ്ട് വ്യൂ XY ലൈൻ തന്നെ, ടോപ്പ് വ്യൂ XY ലൈൻ താഴെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് A HP-യിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? XY ലൈനിൽ. അതായത് നമ്മുടെ പോയിന്റ് HP-യിലാണെങ്കിൽ അതിൻ്റെ മറ്റേ പ്ലെയിനിൽ വരുന്ന വ്യൂ, അതായത് VP-യിൽ വരുന്ന വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ. ആ വ്യൂ എപ്പോഴും XY ലൈനായിരിക്കും. ഒന്നുകൂടി പറയാം, അതായത് പോയിന്റ് HP-യിലാണ്. ഇപ്പോൾ HP അല്ലാതുള്ള പോയിന്റ് VP-യിൽ വരുന്ന വ്യൂ ഫ്രണ്ട് വ്യൂ. ആ വ്യൂ എപ്പോഴും XY ലൈനായിരിക്കും. അത് ഓർമ്മിക്കുക. പോയിന്റ് HP-യിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ XY ലൈനിലായിരിക്കും. ഇവിടെ വേറെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ കേസിൽ പോയിന്റ് HP-യിലല്ല, പോയിന്റ് പക്ഷേ VP-യിലാണ്. ഈ പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് കുറച്ച് ഉയരത്തിലാണുള്ളത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഈ വൈറ്റ് ഡോട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിന്
എബോ ആണുള്ളത്. പക്ഷേ അത് വി പിക്ക് മുന്നിലോ വി പിക്ക് പിറകിലോ അല്ല, വി പിയിൽ തന്നെയാണുള്ളത്, വെർട്ടിക്കൽ പ്ലെയിൻ തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ട് വ്യൂസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഫ്രണ്ട് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് തന്നെയാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരിക. അതിൻ്റെ ടോപ്പ് വ്യൂ നിങ്ങൾ നോക്കുക. ടോപ്പ് വ്യൂ ഫോം ചെയ്യുക എക്സ് വൈ ലൈനിലാണ്. ഇതിൻ്റെ റൊട്ടേഷൻ നേരത്തെ പോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് വി പിക്ക് സെയിം ആയിട്ടുള്ള പ്ലെയിനിൽ കൊണ്ടുവരുമ്പോൾ നേരത്തെ ഫോം ചെയ്തതുപോലെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ ഫോം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഫ്രണ്ട് വ്യൂ ഒബ്ജക്റ്റ് എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ. ഇതിനെ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ എക്സ് വൈ ലൈനിൽ നമ്മുടെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. ഒബ്ജക്റ്റ് വി പിയിലാണെങ്കിൽ പിന്നെ മറ്റേ പ്ലെയിനിൽ വരുന്ന വ്യൂ എച്ച് പിയിൽ വരുന്ന വ്യൂ ടോപ്പ് വ്യൂ ആണ്. ആ ടോപ്പ് വ്യൂ ഇവിടെ വരും, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈൻ ഫോം ചെയ്യും. ഒരു പോയിന്റ് എച്ച് പിയിലോ വി പിയിലോ ആണെങ്കിൽ എങ്ങനെ പ്രൊജക്ഷൻസ് വരയ്ക്കും എന്ന് ആലോചിക്കുന്നതിന് മുന്നേ ഈ കാര്യമാണ് ഓർമ്മിച്ചിരിക്കേണ്ടത്. പോയിന്റ് ഏത് പ്ലെയിനിലാണോ അതിന് മറിച്ചുള്ള പ്ലെയിൻ, മറ്റേ പ്ലെയിനിൽ വരേണ്ടിയിരുന്ന വ്യൂ അത് എക്സ് വൈ ലൈൻ തന്നെ ഫോം ചെയ്യും. പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ വി പിയിൽ വരേണ്ടിയിരുന്ന വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂ, അത് എക്സ് വൈ ലൈനിൽ ഫോം ചെയ്യും. പോയിന്റ് വി പിയിലാണെങ്കിൽ എച്ച് പിയിൽ വരേണ്ടിയിരുന്ന വ്യൂ, അതായത് ടോപ്പ് വ്യൂ, അത് എക്സ് വൈ ലൈനിൽ ഫോം ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സബ്സെക്ഷൻ ചെയ്യാൻ പോകുന്നത്. പോയിന്റ് എ ഈസ് ഇൻ എച്ച് പി ആൻഡ് 20 ബിഹൈൻഡ് വി പി. അപ്പോൾ പോയിന്റ് എ എച്ച് പിയിലാണ്, അതായത് വി പിയിൽ വരേണ്ടിയിരുന്ന വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. വി പിയിൽ വരേണ്ടിയിരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, അത് എക്സ് വൈ ലൈനിലായിരിക്കും നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് എക്സ് വൈ ലൈനിൽ വരക്കാം. അത് പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് എ ഡാഷ് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പോയിന്റ് എന്നാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ സ്മോൾ എ വരക്കണം. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റൊട്ടേഷനെ കുറിച്ചൊന്നും ആലോചിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂ മുകളിലാണോ വരിക, ടോപ്പ് വ്യൂ താഴെയാണോ വരിക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. എച്ച് പിയിലുള്ള ഒരു പോയിന്റ് തരികയാണെങ്കിൽ പോയിന്റ് ബിഹൈൻഡ് വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ വരും. ബിഹൈൻഡ് വി പി ആണെങ്കിൽ ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ വരും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈനിൻ്റെ താഴെ വരും. അപ്പോൾ ബിഹൈൻഡ് വി പി ആണെങ്കിൽ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ താഴെ. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കുക. നമ്മുടെ ചോദ്യത്തിൽ പോയിന്റ് ഈസ് 20 mm ബിഹൈൻഡ് വി പി. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ് വരിക. അപ്പോൾ 20 നമ്മൾ എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലോട്ടാണ് വരക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ലൈൻ വരച്ചിട്ടുണ്ട്. 20 mm ബിഹൈൻഡ് വി പി ആണ്, അതുകൊണ്ട് 20 mm ലെങ്ത്തിൽ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ഈ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂവിനെ നമ്മളെപ്പോഴും വിത്തൗട്ട് ഡാഷ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മളെ പോയിന്റ് ക്യാപിറ്റൽ എ ആയതുകൊണ്ട് സ്മോൾ എ ആയിട്ടാണ് ഈ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതും കൂടി റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് ആ പോയിന്റിൻ്റെ രണ്ട് വ്യൂസ്. ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ തന്നെ വന്നു. കാരണം പോയിന്റ് ഈസ് ഇൻ എച്ച് പി എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിക്കാം മറ്റേ വ്യൂ, അതായത് വെർട്ടിക്കൽ പ്ലെയിൻ വരേണ്ടിയിരുന്ന വ്യൂ, അതാണ് ഫ്രണ്ട് വ്യൂ, അത് എക്സ് വൈ ലൈനിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി പോയിന്റ് ബിഹൈൻഡ് വി പി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ മുകളിലായിരിക്കും. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ താഴെയായിരിക്കും നമുക്ക് ഉറപ്പിക്കാം. നമ്മുടേത് ബിഹൈൻഡ് ആണ്, അത് 20 mm ആണ്. അതുകൊണ്ട് 20 mm ഒരു ലൈൻ വരച്ചു. ആ പോയിന്റിനെ നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇതിനെ ഡയമെൻഷൻ കൂടി ചെയ്യണം. അപ്പോൾ അതിനെ ഡയമെൻഷൻ കൂടി ചെയ്തിട്ടുണ്ട്. 20 mm ആണ് അതിൻ്റെ ടോപ്പ് വ്യൂയിലേക്കുള്ള ലെങ്ത്ത് 20 mm. പോയിന്റ് സി നമുക്ക് തന്നിട്ടുള്ളത് പോയിന്റ് സി ഈസ് ഇൻ വി പി ആൻഡ് 40 mm എബോ എച്ച് പി. അപ്പോൾ നേരത്തെ തന്ന ചോദ്യങ്ങളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. എച്ച് പിക്ക് മുകളിലാണ് പോയിന്റ് ഉള്ളത്, 40 mm മുകളിലാണ് എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ വി പിക്ക് മുന്നിലോ പുറകിലോ ആണോ എന്നുള്ളത് തന്നിട്ടില്ല. പകരം പോയിന്റ് സി ഈസ് ഇൻ വി പി എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം പോയിന്റ് സി വി പിക്ക് മുന്നിലും അല്ല വി പിക്ക് പുറകിലും അല്ല, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്ലെയിനിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരക്കുക എന്ന് നോക്കാം. പോയിന്റ് വി പിയിലാണെങ്കിൽ മറ്റേ പ്ലെയിനിൽ വരേണ്ടിയിരുന്ന വ്യൂ, അതായത് എച്ച് പിയിൽ വരേണ്ടിയിരുന്ന വ്യൂ ടോപ്പ് വ്യൂ ആണ്. ആ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്കത് ആദ്യം എക്സ് വൈ ലൈനിലെ ഒരു പോയിൻ്റായിട്ട് ടോപ്പ് വ്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ പോയിന്റ് ക്യാപിറ്റൽ സി ആണ്, അതുകൊണ്ട് അതിൻ്റെ ടോപ്പ് വ്യൂവിനെ സ്മോൾ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണ് വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ പോയിൻ്റായിട്ട് ഞാൻ അസ്യൂം ചെയ്ത് ആ പോയിന്റിനെ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റൊട്ടേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും കൺഫ്യൂഷൻ വരാം. ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണോ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ താഴെയാണോ വരിക? ഈ കേസിൽ നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ടതില്ല. ചോദ്യം നോക്കുക.
പോയിന്റ് സി ഈസ് ഇൻ വി പി ആൻഡ് 40 mm എബോ എച്ച് പി. വി പിയിലുള്ള ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് എബോവ് എച്ച് പി ആണെങ്കിൽ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. എബോവ് എച്ച് പി ആണെങ്കിൽ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. പോയിന്റ് ബിലോ എച്ച് പി ആണെങ്കിൽ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ താഴെയായിരിക്കും. ഡയറക്റ്റ് ആണ്, വേറെ കൺഫ്യൂഷൻ ഇല്ല. പോയിന്റ് എബോവ് എച്ച് പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ മുകളിൽ, ബിലോ എച്ച് പി ആണെങ്കിൽ പോയിന്റ് ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ താഴെ. അപ്പോൾ നമ്മുടെ കേസിൽ ദ പോയിന്റ് ഈസ് 40 mm എബോവ് എച്ച് പി ആണ്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരിക എക്സ് വൈ ലൈനിന്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഡയമെൻഷൻ 40 mm ആണ്. 40 mm നമ്മൾ എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലോട്ട് വരക്കണം. അപ്പോൾ പോയിന്റ് 40 mm എബോവ് എച്ച് പി ആയതുകൊണ്ട് എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലേക്ക് 40 mm ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു. നമുക്കറിയാം ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റ്, ഈ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നമ്മൾ ഒറിജിനൽ പോയിന്റ് ക്യാപിറ്റൽ സി ആയതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ സി ഡാഷ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ റെപ്രസെൻറ്റേഷൻ ഇവിടെ ചെയ്യണം. ഇതിൻ്റെ ഡയമെൻഷൻ കൂടി ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കൂടി ചെയ്തിട്ടുണ്ട്. 40 mm ആണ് ഫ്രണ്ട് വ്യൂയിലേക്കുള്ള ലെങ്ത്ത്. 40 mm നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സി എന്ന് പറഞ്ഞ പോയിന്റ് പ്രൊജക്ഷൻസ്. പോയിന്റ് വി പിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റേ പ്ലെയിനിൽ വരേണ്ടിയിരുന്ന വ്യൂ, അതായത് എച്ച് പിയിൽ വരേണ്ടിയിരുന്ന ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലാണ് വരിക. അതാണ് ഈ സി നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂവിൻ്റെ കേസിൽ കൺഫ്യൂഷൻ ഇല്ല. പോയിന്റ് എബോവ് എച്ച് പി ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് വരിക. മുകളിലേക്ക് നമ്മൾ 40 mm വരച്ചു, സി ഡാഷ് മാർക്ക് ചെയ്ത് ഡയമെൻഷൻ ചെയ്തു. ഏറ്റവും അവസാനത്തെ പോയിന്റ് ഇ തന്നിരിക്കുന്നത് ഈസ് ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇപ്പോൾ നമ്മുടെ രണ്ട് പ്രോബ്ലം ചെയ്തു. അതിലൊരു പോയിന്റ് എ എച്ച് പിയിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു. അതുപോലെ പോയിന്റ് സി വി പിയിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഇ എന്ന് പറഞ്ഞ പോയിന്റ് എച്ച് പിയിലും വി പിയിലും ഉള്ള ഒരു പോയിന്റാണ്. ഒരേ സമയത്ത് എച്ച് പിയിലും വി പിയിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഒരു പോയിന്റ് എച്ച് പി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കണം ആ പോയിന്റ് ഉള്ളത്. അതുപോലെ ഒരു പോയിന്റ് വി പിയിലാണ് എന്ന് പറഞ്ഞാൽ അത് ഈ യെല്ലോ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഉള്ളത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എച്ച് പിയിലും വി പിയിലും ഉള്ള പോയിന്റാണ്. ഒരേ സമയം എച്ച് പിയിലും വി പിയിലും വരണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആ പോയിന്റ് എക്സ് വൈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കണം. ഉദാഹരണത്തിന് ആ പോയിന്റ് ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാം ആ പോയിന്റ് ഒരേ സമയം എച്ച് പിയിലുമാണ് അതേസമയം വി പിയിലുമാണ്. സ്വാഭാവികമായിട്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ് വൈ ലൈൻ തന്നെ ഉള്ള പോലെ തോന്നും. ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ് വൈ ലൈൻ തന്നെ ഉള്ള പോലെ തന്നെയാണ് തോന്നുക. അതായത് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും എക്സ് വൈ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും, ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈനിലെ അതേ പോയിന്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ വളരെ എളുപ്പമാണ്. എ പോയിന്റ് ഇ ഈസ് ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ് വൈ ലൈൻ വരക്കുക, അതിലേതെങ്കിലും ഇഷ്ടമുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിനെ തന്നെയാണ് നമ്മൾ ഇയും ഇ ഡാഷ് വൈ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഒറിജിനൽ പോയിന്റ് ക്യാപിറ്റൽ ഇയുടെ ഫ്രണ്ട് വ്യൂവും ഇ ഡാഷ് ടോപ്പ് വ്യൂ ഇയും ഒരേ പോയിന്റ് തന്നെയായിരിക്കും എക്സ് വൈ ലൈനിലെ ഏതെങ്കിലും ഒരേ പോയിന്റ്. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിനെ ഇ ഇ ഡാഷ് എന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ നമ്മുടെ പോയിന്റ് ഇൻ്റെ രണ്ട് വ്യൂസ് ഈ എക്സ് വൈ ലൈൻ തന്നെ ഒരു പോയിന്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് അതിനൊരു ഗ്രീൻ ഡോട്ടായിട്ട് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രീൻ ഡോട്ട് തന്നെയാണ് നമ്മുടെ പോയിന്റ് ക്യാപിറ്റൽ ഇയുടെ ടോപ്പ് വ്യൂ സ്മോൾ ഇ, പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഇ ഡാഷ്, രണ്ടും ഇതേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ എ പോയിന്റ് ഈസ് ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ് വൈ ലൈൻ വരച്ച് അതിലേതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അതിനെ തന്നെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ആയി കാണിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഇ ആയതുകൊണ്ടാണ് സ്മോൾ ഇ ആൻഡ് സ്മോൾ ഇ ഡാഷ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലെറ്ററാണോ അതിൻ്റെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റാണ് ആദ്യം പറഞ്ഞത്. റൊട്ടേഷനെ കുറിച്ച് ആലോചിക്കാതെ ചെയ്യാനുള്ള ഒരു രീതിയാണ് ഇതുവരെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നമുക്ക് മറ്റൊരു സെഷനിൽ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.